കൗസല്യ സുപ്രജാ രാമപൂജാ സന്ധ്യാ സമസ്തതേ. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എനിക്ക് വരുന്നതിന് പകരം പിള്ളേരുടെ ചവിട്ട് കൊണ്ടിരിക്കാനാണ് നമ്മുടെ വിധി. എന്തെങ്കിലും ആവട്ടെ. ഒരു കുഞ്ഞി പ്രയറൊക്കെ കഴിഞ്ഞ് പയ്യെ വീക്കെൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി വീക്കെൻഡിൽ മാത്രമാണ് ഇങ്ങനെ പിള്ളേരുടെ ഒക്കെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഒരാൾ എനിക്ക് ജോലിക്ക് പോവും, അടുത്ത ആൾ പിന്നെ പിള്ളേരായിട്ട് അവരുടെ സ്കൂളും കിൻഡിയൊക്കെ ആയിട്ട് അങ്ങനെ അവർ ഡ്രോപ്പ് ചെയ്ത് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ നോർമലി വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ കേരള ഫുഡ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഭാര്യ കനിയാത്തത് കൊണ്ടും ജസ്റ്റ് പുറത്തൊക്കെ പോകാനുള്ളത് കൊണ്ടും പ്രഭാത ഭക്ഷണം ഈസി ഫുഡായിരുന്നു. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, വീട്ടിലുള്ള കോഴികൾക്കും ഫുഡ് കൊടുക്കണ്ടേ. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ കുറച്ച് അവരുടെ മുട്ടകളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പയ്യെ കയറി. മഴ ചാറുന്നുണ്ട്, അതുകൊണ്ട് വേഗം അകത്ത് കയറാം. പുറത്ത് നിൽക്കുന്നത് വന്തിയല്ല. വിൻ്റർ ആയതുകൊണ്ട് നമ്മുടെ പണിയായുധങ്ങൾക്കൊക്കെ റെസ്റ്റായിരുന്നു. വീണ്ടും പൊടി തട്ടിയെടുക്കേണ്ട ടൈമൊക്കെ ആയി. അല്ലെങ്കിൽ സമ്മർ വരുമ്പോൾ പണി കൂടും. അങ്ങനെ പുറത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിള്ളേരായിട്ട് കുറച്ച് ഔട്ട്ഡോർ വലിയ പ്രശ്നമില്ല വെതർ. അപ്പോൾ അവരായിട്ട് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ കോഴിക്കുട്ടനെയൊക്കെ കളിപ്പിച്ച് പയ്യെ പിള്ളേരെയൊക്കെ റെഡിയാക്കി പുറത്തു പോകാനുള്ള പണിയാണ്. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അടുത്ത വീക്കെൻഡ് പാംസ്റ്റൺ നോർത്തിലൊരു കളിയുണ്ട്. അപ്പോൾ അതിനൊരു ബൂട്ട് വാങ്ങും. അപ്പോൾ ആ പരിപാടികളിലേക്ക് പോകാൻ വേണ്ടി പിള്ളേരെയൊക്കെ റെഡിയാക്കി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ലാസ്റ്റ് വീക്കെൻഡ് വീട്ടിൽ തന്നെയായിരുന്നു. എല്ലാവരും സിക്കായിരുന്നു. വിൻ്ററിൽ പൊതുവേ സിക്കായിരിക്കും മിക്ക പിള്ളേരും. കിൻഡിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ഞങ്ങൾ ടാവ മോളിൽ, വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ ടാവയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഗൈസ്. എത്തിപ്പോയി ഔട്ട്ലെറ്റ് സിറ്റി. നല്ല വമ്പിച്ച ഓഫറുകൾ ഉള്ളത് കൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കയറിയ ഫസ്റ്റ് കടയിൽ നിന്നും തന്നെ എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. നമുക്ക് വാങ്ങുമ്പോൾ ഭാര്യയ്ക്കും വാങ്ങണമല്ലോ, അതാണല്ലോ നാട്ടു നടപ്പ്. തിന്തെടുത്തത്തും തിന്തെടുത്തത്തും പുറത്തിറങ്ങിയാൽ പിന്നെ ഫുഡ് അത് മസ്റ്റാണല്ലോ. അങ്ങനെ ചെറിയൊരു ടേക്ക് ബൈക്ക് എടുത്ത് ചെറിയൊരു ബിസ്ലിംഗ് ഉണ്ട്. മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫുഡൊക്കെ അടിച്ച് വീണ്ടും വീണ്ടും ഫുഡ്. ചിക്കൻ അത് പിന്നെ വാരിയൊന്നും കൊടുക്കണ്ട, ഒറ്റയ്ക്ക് കടിച്ച് പറിച്ച് എല്ലാവരും തിന്നോളും. എല്ലാവരും സെറ്റിലായി. രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പോൾ നൈറ്റായി. അങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിന്നർ പുട്ടും മീൻ കറിയും. എന്താ തീറ്റ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം സമാപിക്കുന്നതിനുള്ള അവസാന ചടങ്ങാണ് ഒരു മൂവി. അത് കണ്ട് പിള്ളേർ ഉറങ്ങിപ്പോക്കോളും. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടും. അങ്ങനെ ചിപ്സൊക്കെ കൊടുത്ത് മൂവിയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം ശുഭം.